വർഷം 2007 സെപ്റ്റംബർ 24. ദക്ഷിണാഫ്രിക്കയിലെ ജോഹനാസ്ബർഗിലെ വാണ്ടറേഴ്സ് സ്റ്റേഡിയത്തിൽ പ്രഥമ T20 ലോകകപ്പിന്റെ ഫൈനൽ നടക്കുന്നു. ഇന്ത്യ ഉയർത്തിയ 158 റൺസ് വിജയലക്ഷ്യം പിന്തുടരുകയാണ് പാകിസ്ഥാൻ. ഒരു വിക്കറ്റ് മാത്രം ബാക്കി നിൽക്കെ അവസാന ഓവറിൽ ജയിക്കാൻ പാകിസ്ഥാന് 13 റൺസ് മാത്രം. ജോഗീന്ദർ ശർമ്മ എറിഞ്ഞ അവസാന ഓവറുകളിലെ ആദ്യ 2 പന്തുകൾ കഴിഞ്ഞപ്പോൾ തന്നെ മിസ്ബാഹുൽ ഹക്ക് വിജയലക്ഷ്യം 4 പന്തിൽ നിന്ന് വെറും 6 റൺസാക്കി കുറച്ചു. ലോകകപ്പിനും പാകിസ്ഥാനുമിടയിൽ വെറും 6 റൺസിന്റെ ദൂരം മാത്രം. ജോഗീന്ദറിന്റെ 3-ാം പന്തിൽ മിസ്ബാഹ് ഒരു സ്കൂപ്പിന് ശ്രമിക്കുന്നു. ജോഗീന്ദറിന്റെ പന്തിന്റെ വേഗത വായിക്കുന്നതിൽ പിഴച്ച മിസ്ബാഹിന്റെ ബാറ്റിൽ തട്ടി ഉയർന്ന പന്ത് നേരെ പോയത് ഷോർട്ട് ഫൈൻ ലെഗിലേക്കായിരുന്നു. 100 കോടിയിലേറെ വരുന്ന ഇന്ത്യക്കാർ ഒന്നടങ്കം തരിച്ചുപോയ നിമിഷം. പക്ഷേ ആ സമയം അവിടെ ഉണ്ടായിരുന്നത് മലയാളി താരം ശ്രീശാന്ത് ആയിരുന്നു. ഇതേ മത്സരത്തിലെ 18-ാം ഓവറിൽ റണ്ണൊഴുക്ക് തടയാൻ സാധിക്കാത്തതിന്റെ കേട് ശ്രീശാന്തിന് തീർക്കണമായിരുന്നു. മിസ്ബാഹിന്റെ ആ ക്യാച്ച് ശ്രീ കയ്യിലൊതുക്കുമ്പോൾ വാണ്ടറേഴ്സ് ഒന്നടങ്കം പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഇന്ത്യ എയർ ശ്രീശാന്ത് ടേക്സ് ഇറ്റ്, ഇന്ത്യ വിൻ. ജോഗീന്ദർ ശർമ്മയുടെ മീഡിയം പേസിൽ പാകിസ്ഥാൻ താരം മിസ്ബാഹുൽ ഹക്കിന്റെ സ്കോപ്പ് മലയാളി താരം ശ്രീശാന്തിന്റെ കൈകളിലെത്തിയപ്പോൾ കമന്ററി ബോക്സിൽ ആർപ്പുവിളികൾ ഉയർന്നു. അങ്ങനെ പ്രഥമ T20 ലോകകപ്പ് കിരീടം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് കടൽ കടന്ന് ഇന്ത്യയിലെത്തി. പ്രഥമ T20 ലോകകപ്പിൽ ഇന്ത്യ കിരീടം നേടിയിട്ട് സെപ്റ്റംബർ 24-ന് 17 വർഷം തികയുന്നു. 2007 ഏകദിന ലോകകപ്പിലെ ദയനീയ പരാജയത്തിന്റെ ഷോക്കിൽ നിന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലുള്ള ഉയർത്തെഴുന്നേൽപ്പ് കൂടിയായിരുന്നു അത്. സൗരവ് ഗാംഗുലിക്ക് ശേഷം രാഹുൽ ദ്രാവിഡിന്റെ നേതൃത്വത്തിൽ 2007 ലോകകപ്പ് കളിച്ച ഇന്ത്യ 1-ാം റൗണ്ടിൽ തന്നെ തോറ്റുപുറത്തായി. ജനം രോക്ഷം പൂണ്ടു. ക്രിക്കറ്റ് ഒരു മതമായി വളർന്ന ഇന്ത്യയുടെ തെരുവിൽ താരങ്ങൾ വിചാരണ ചെയ്യപ്പെട്ടു. സച്ചിന്റെയും സേവാഗിന്റെയും ഫോട്ടോകൾക്ക് തീപിടിച്ചു. MS ധോണിയുടെ വീടിനു നേരെ കല്ലുകളെറിഞ്ഞു. എന്നാൽ തനിക്കെതിരെ വന്ന കല്ലുകളെ സുവർണ്ണ ചരിത്രം വെക്കാൻ ധോണിക്ക് വേണ്ടി വന്നത് വെറും മാസങ്ങൾ മാത്രം. മഹാരഥന്മാരായ സച്ചിനും ഗാംഗുലിയും ദ്രാവിഡും മാറി നിന്ന കുട്ടി ക്രിക്കറ്റിൽ പുതിയ താരങ്ങളുമായാണ് ദക്ഷിണാഫ്രിക്കയിൽ ഇന്ത്യ മത്സരത്തിനിറങ്ങിയത്. റാഞ്ചിയിൽ നിന്നുള്ള നീളൻ മുടിക്കാരനായ വിക്കറ്റ് കീപ്പർക്ക് നായകസ്ഥാനം നൽകി ഒരു പരീക്ഷണ ടീമിനെ T20 ലോകകപ്പിൽ ഇറക്കിയപ്പോൾ ആരാധകരെല്ലാം നെറ്റിചുളിച്ചിരുന്നു. വെറും കൈയോടെ ഇന്ത്യ ലോകകപ്പിൽ നിന്നും തോറ്റുമടങ്ങുമെന്നായിരുന്നു എല്ലാവരും ഉറപ്പിച്ചത്. പക്ഷേ എല്ലാ പ്രവചനങ്ങളും തെറ്റിച്ചുകൊണ്ട് T20യിലെ വിശ്വകിരീടവുമായാണ് ധോണിയും സംഘവും അന്ന് നാട്ടിലേക്ക് വിമാനം കയറിയത്. ആദ്യ മത്സരം പാകിസ്ഥാനെതിരെ വിജയിച്ചതോടെ യുവ ടീമിനെ ആരാധകരും വിശ്വസിച്ചു. ബ്രോഡിനെതിരെ ഒരു ഓവറിലെ 6 പന്തിലും യുവരാജ് 6 അടിച്ചതായിരുന്നു ടൂർണമെന്റിലെ ഹൈലൈറ്റ്. സെമിയിൽ ഓസ്ട്രേലിയയെ തകർത്ത് ഇന്ത്യയുടെ മുന്നേറ്റം. ഹെയ്ഡനെയും ഗിൽക്രിസ്റ്റിനെയും പുറത്താക്കിയ ശ്രീശാന്തിന്റെ സെലിബ്രേഷൻ ഇന്നും ആരാധകരുടെ ഓർമ്മയിലുണ്ട്. ഫൈനലിൽ വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. നിലവിലെ ഇന്ത്യൻ പരിശീലകൻ ഗൗതം ഗംഭീറിന്റെ ഇന്നിംഗ്സിൽ ഇന്ത്യ നേടിയത് 157 റൺസ്. അവസാന ഓവറിൽ പാകിസ്ഥാന് ജയിക്കാൻ വേണ്ടിയിരുന്നത് 13 റൺസ്. ജോഗീന്ദർ ശർമ്മയെ പന്തേൽപ്പിച്ച് നായകൻ MS ധോണി ആരാധകരെ അമ്പരിപ്പിച്ചു. ലെഗ് സൈഡിൽ ഫീൽഡർ സർക്കിളിനുള്ളിലായത് മുതലെടുത്ത് ഷോട്ട് കളിക്കാൻ ശ്രമിച്ച മിസ്ബാഹ് ഓർത്ത് കാണില്ല ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും അവിടെ ഒരു മലയാളി ഉണ്ടാകുമെന്ന്. ഉയർത്തിയടിച്ച പന്ത് ശ്രീശാന്ത് കൈകളിൽ ഒതുക്കുമ്പോൾ ലോക ക്രിക്കറ്റിൽ പുതുചരിത്രം സൃഷ്ടിക്കപ്പെടുകയായിരുന്നു.